എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ +1-ൽ വിവിധ വിഭാഗങ്ങളിലായിട്ട്, അതായത് റെഗുലർ, അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ വർഷത്തെ +1 പരീക്ഷ എഴുതുന്ന നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത് മാത്തമാറ്റിക്സ് ആയിരുന്നു. അതുപോലെ മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത് ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയായിരുന്നു ഇന്നത്തെ പരീക്ഷ. ഇന്ന് എന്ന് പറയുമ്പോൾ മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് ഈസിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് മാത്തമാറ്റിക്സ് ആയിരുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് 60 മാർക്കിലുള്ള മാത്സ് ഉണ്ട്, അതുപോലെ 80 മാർക്കുള്ള മാത്സിൻ്റെ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 80 മാർക്ക് എന്ന് പറയുന്നത് ഓൾഡ് സിലബസ് ആണ്, അതായത് ഓൾഡ് സിലബസ് ആണ്. അതുപോലെ തന്നെ 60 മാർക്ക് എന്ന് പറയുന്നത് ന്യൂ സിലബസ് ആണ്. ന്യൂ സിലബസിൽ നിങ്ങൾക്ക് ഈ ഒരു ലാബ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 80 മാർക്കിലും അതുപോലെ തന്നെ 60 മാർക്കിലും ഇന്നത്തെ പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരിക്കും, അതായത് മാത്സ് പരീക്ഷ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് സാധാരണത്തിൽ 80 മാർക്കിൻ്റെ ആ ഒരു പരീക്ഷ നടക്കുന്നത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും. അതുപോലെ തന്നെ 60 മാർക്കുള്ളത് സാധാരണ ഇപ്പോൾ ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്നതോ അല്ലെങ്കിൽ മുൻ വർഷങ്ങൾ, അതായത് ഈ ഒരു മാത്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ അപേക്ഷിച്ച വിദ്യാർത്ഥികളായിരിക്കും ഈ ഒരു 60 മാർക്കുള്ള പരീക്ഷ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 80 മാർക്കിൻ്റെ പരീക്ഷ ആണ് എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 24 മാർക്കാണ് വേണ്ടത്. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 18 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ നിങ്ങൾ ഓൾറെഡി, അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതായത് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി +2 പരീക്ഷയൊക്കെ എഴുതി നിങ്ങൾ ഫെയിൽഡായിട്ട് വീണ്ടും ജയിക്കാനായിട്ട് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് +2-ന് എത്രയെങ്കിലും മാർക്ക് കുറവുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കൂടി ഈ ഒരു പരീക്ഷയോടൊപ്പം നേടേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ +1 ആദ്യമായിട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഡബിൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു നിങ്ങൾക്ക് 24-നെയും അതുപോലെ 18-നെയും 2 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അതാണ് ഡബിൾ പാസ് മാർക്ക്. അതായത് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ 48 മാർക്ക് കിട്ടിയാൽ അത് ഡബിൾ പാസ് മാർക്കാണ്. അതുപോലെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡബിൾ പാസ് മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ +2-ൻ്റെ പരീക്ഷയിൽ അതായത് നിങ്ങൾക്ക് മുൻപ് കിട്ടിയിരുന്നത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് മുൻപ് +2-ൻ്റെ പരീക്ഷയിൽ ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി കുറവ് മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് മാർക്ക് എത്രയാണോ അത്രയും മാർക്ക് ഈ ഒരു പരീക്ഷയിൽ കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുള്ളൂ. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുൻപ് +2-ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 20 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ, അതായത് ഈ ഒരു ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 48 മാർക്കിൽ നിന്നും ഈ ഒരു ആദ്യം കിട്ടിയ 20 മാർക്ക് കുറച്ചാൽ, അതായത് 28 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ പരീക്ഷയുടെ കാര്യം നോക്കി. ഇനി 60 മാർക്കിൻ്റെ പരീക്ഷയിൽ മുൻപ് നിങ്ങൾക്ക് +2-ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 10 മാർക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡബിൾ പാസ് മാർക്കായിട്ടുള്ള 36 മാർക്കിൽ നിന്നും 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26 മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 26 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു +1-ൻ്റെ പരീക്ഷയിൽ കിട്ടിയാലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുള്ളൂ. അതായത് ഈ ഒരു ഓവറോളായിട്ട് +1 +2 നോക്കുന്ന സമയത്ത് ജയിക്കുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് +2-ൻ്റെ പരീക്ഷ എഴുതി ജയിക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നോ? അതുപോലെ പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്റ്റെപ്പുകളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇതിന് ശേഷം വിദ്യാർത്ഥികൾ ഇനിയുള്ള പരീക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പരീക്ഷകൾക്കായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. അതായത് നിങ്ങൾക്ക് ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, അത് ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ ഒരു 36 മാർക്കാണ് 60-ൽ, അതുപോലെ 48 മാർക്കാണ് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ. അപ്പോൾ ഈ രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇനിയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇനിയുള്ള പരീക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഈസിയാണോ ടഫായിരുന്നോ എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.